to NASCO Siemens Puthankutikkuppayam powered by Aadhar Gold and Diamonds presented by Kiwi Ice Creams. ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ കുട്ടി താരങ്ങളുടെ വിശേഷങ്ങൾ അറിഞ്ഞറിഞ്ഞ് നമ്മൾ അവരിങ്ങനെ കൂടുതൽ അടുത്തറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ കുറേ എപ്പിസോഡ്സ് ആയിട്ട്. ഇന്ന് വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കാൻ നമ്മോടൊപ്പം ഉള്ളത് നമ്മുടെ സ്വന്തം റിനാദാണ്. പറയാനും മനം തുറന്നിരക്കാനും നീയല്ലാതാരുമില്ല കോനേ. എൻ്റെ കരളിൻ്റെ ഉരുക്കങ്ങൾ അറിഞ്ഞു നീ അനുഗ്രഹം ചൊരിയണമെൻ്റെ തമ്പുരാനേ. കരയാനും പറയാനും മനം തുറന്നിരക്കാനും നീയല്ലാതാരുമില്ല കോനേ. എൻ്റെ കരളിൻ്റെ പിഴവെല്ലാം പൊറുത്തിടണേ. നീറുന്ന മനസ്സിൽ നീ കുളിർ വീശിത്തരണേ. നിഅമത്തും റഹ്മത്തും നിറക്കണ്ടേ പരനേ. പരമദയാപരനായൊരു സുബ്ഹാനേ, എൻ ഖൽബിനുള്ളിൽ പടരും വേദന തീർക്ക് നീ റഹ്മാനേ. അല്ലാഹുവല്ലാതാരുമില്ലൊരു രക്ഷ എനിക്ക്, ആദിയോനെ എനിക്ക്. കരയാനും പറയാനും മനം തുറന്നിരക്കാനും നീയല്ലാതാരുമില്ല കോനേ. എൻ്റെ കരളിൻ്റെ ഒരുക്കങ്ങൾ അറിഞ്ഞു നീ അനുഗ്രഹം ചൊരിയണമെൻ്റെ തമ്പുരാനേ. ആകാശം ഭൂമിയെല്ലാം പടയ്ത്ത് നീ ഭരിച്ച്, അളവറ്റോരത്ഭുതങ്ങൾ അവയിൽ നീ നിറച്ച്. എല്ലാം നിൻ കുതിരത്തിൻ കരങ്ങളാൽ ചലിച്ച്, ഖല്ലാഖിൻ കാതിറുർത്തിട്ടെൻ്റെ മനം തുടിച്ച്. എത്തിര അനന്ത ഗുണങ്ങൾ ഈ ദുനിയാവിൽ കണ്ണിനു കാണാതായിരം തന്ത്രങ്ങൾ. എല്ലാം അമൈത്ത് പൂറ്റിടും പെരിയോനല്ല, ആലമുൽ ഗൈബായവനല്ല. കരയാനും പറയാനും മനം തുറന്നിരക്കാനും നീയല്ലാതാരുമില്ല കോനേ. എൻ്റെ കരളിൻ്റെ ഒരുക്കങ്ങൾ അറിഞ്ഞു നീ അനുഗ്രഹം ചൊരിയണമെൻ്റെ തമ്പുരാനേ. ആയുസ്സെണ്ണം കുറയും, ഓർക്കുമ്പോൾ മനതാരിൽ ഭയം വന്ന് നിറയും. മഹ്ശറ സഭയിൽ ഞാൻ ഒരിക്കൽ ചെന്നണയും. മന്നാനെ സ്വർഗത്തിലൊരിടം തന്ന് കനിയൂ. എൽമിൻ വെള്ളി വെളിച്ചം കാണിക്ക്, ഇടറാതെ കൽബിൽ ഈമാനൂട്ടിനി എന്നെ നടത്തിക്ക്. യാ ഇലാഹി നീയാണെല്ലാത്തിലും രക്ഷ, എന്തിനാണ് ഈ അഗ്നി പരീക്ഷ? കരയാനും പറയാനും മനം തുറന്നിരക്കാനും നീയല്ലാതാരുമില്ല കോനേ. എൻ്റെ കരളിൻ്റെ ഒരുക്കങ്ങൾ അറിഞ്ഞു
റിനാദേ സുഖാണോ? നമ്മൾ ഇന്ന് മാച്ച് ആണല്ലോ. മൊത്തത്തിലൊരു ലുക്കിലൊക്കെ ഒരു മാറ്റം വന്നിട്ടുണ്ടല്ലോ. നീ ഓരോ തവണ വരുമ്പോഴും വ്യത്യസ്ത ലുക്കിലാണല്ലോ. കഴിഞ്ഞ തവണ ഒരു തല്ലുമാല സ്റ്റൈലൊക്കെയാണ് എലിമിനേഷൻ റൗണ്ടിൽ നിന്നത് അല്ലേ? ഒരു കുറേ നല്ല ചീത്തയൊക്കെ കേട്ടിട്ടാണ് പോയത്. അപ്പോൾ ഇപ്പൊ ഹെയർ സ്റ്റൈലൊക്കെ ഒന്ന് മാറ്റി ഒന്നും കൂടെ ഒന്ന് പഴയ പോലെ ആയല്ലോ. എന്ത് പറ്റി? ജലദോഷം മാറണില്ല. കുറെ മുടി ഉണ്ടായോണ്ട്. ഓ, കുറെ മുടി ഉണ്ടായിട്ട് ജലദോഷം ഉണ്ട്. അപ്പം വെട്ടിയപ്പോ പിന്നെ ഉള്ളു മാറി, ജലദോഷം മാറി. ആഹാ, അപ്പൊ അത് നല്ലൊരു ടിപ്പാണല്ലോ. നമ്മുടെ ഇവിടെ ജലദോഷമുള്ള കുട്ടികളോടൊക്കെ നമുക്ക് പറയാം മുടി വെട്ടിയാൽ ജലദോഷം മാറുമെന്ന്. ഓക്കെ, അപ്പോൾ നമ്മുടെ കോമ്പറ്റീഷൻസിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ നടക്കുന്നുണ്ടോ? ഉണ്ട്. അപ്പൊ റിനാദ് പൊതുവേ നമ്മൾ പാട്ടിൽ കേൾക്കുമ്പം ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ശബ്ദത്തിൽ പാടുന്ന റിനാദ് സംസാരിക്കുമ്പം ആ ആളാണെന്നേ തോന്നില്ല. പൂച്ചക്കുട്ടി പോലെയാണ് സംസാരിക്കുക. എല്ലാരും പറയലില്ലേ ഇത്? പറയലുണ്ട്. അതെന്താ ഭയങ്കര സൈലന്റ് ആണോ പൊതുവേ? അങ്ങനൊന്നും അല്ല, അത് നമുക്കറിയാം. അങ്ങനൊന്നും അല്ല. അവിടെ എവിടേക്കോ കുറച്ച് കള്ളത്തരം ഉണ്ടെന്ന് അറിയാം. പക്ഷെ അതൊന്നും അങ്ങനെ പുറത്തു കൊണ്ടില്ല. ശരി, ചിരിയിൽ ഇങ്ങനെ ഒതുക്കും അല്ലേ? ഓക്കെ, റിനാദിന്റെ പാട്ടിലേക്ക് വരാം. റിനാദ് പാടിയ റസൂലെ റസൂലെ എന്ന് പറയുന്ന പാട്ട് ഭയങ്കര ഹിറ്റായിരുന്നു അല്ലേ? അതിനായിരുന്നു 100 മാർക്ക് കിട്ടിയത്. 100 കിട്ടിയത് ഏതിനായിരുന്നു? ഇളം കൊടി. ആ, ഓക്കെ. അപ്പൊ ആദ്യം റസൂലെ റസൂലെ എന്നുള്ള സോങ് ഒന്ന് പാടൂ, ഒരു 2 വരി. റസൂലേ റസൂലേ അഷ്റഫുൽ ഖൽഖ് റസൂലേ അന്ത്യദൂതരേ റസൂലേ അഹ്മദ് നബിയേ റസൂലേ യാ റബ്ബി സല്ലി അലാ മുഹമ്മദ് മുൻജിൽ ഖലായിക മിൻ ജഹന്നം മുൻജിൽ ഖലായിക മിൻ ജഹന്നം യാ റബ്ബി സല്ലി അലാ മുഹമ്മദ് മുൻജിൽ ഖലായിക മിൻ ജഹന്നം മുൻജിൽ ഖലായിക മിൻ ജഹന്നം റസൂലേ റസൂലേ അഷ്റഫുൽ ഖൽഖ് റസൂലേ അന്ത്യദൂതരേ റസൂലേ അഹ്മദ് നബിയേ റസൂലേ. എന്ന് കാണും ഞാൻ എൻ്റെ മുത്തുനബിയേ മുത്തുനബിയേ എന്ന് കാണും ഞാൻ എൻ്റെ മുത്തുനബിയേ മുത്തുനബിയേ എൻ്റെ ഖൽബിലെ തിങ്കളൊളിയേ മദ്ഹ് ചൊല്ലി തന്നും അല്ലമിന തങ്ങളെ മനസ്സിലൂതി പൊന്നു ബാപ്പ ആറ്റലിൻ ഗുണങ്ങളെ ഊതി നെഞ്ചിലേറെയുണ്ട് റൗള കാണുവാൻ റസൂലേ റസൂലേ അഷ്റഫുൽ ഖൽഖ് റസൂലേ അന്ത്യദൂതരേ റസൂലേ അഹ്മദ് നബിയേ റസൂലേ. അന്ന് മഹ്ശറാ കൂടും വൻസഭയില് അന്ന് മഹ്ശറാ കൂടും വൻസഭയില് ചെന്ന് കാണും ഞാൻ തിരുഹൗളി മുമ്പില് ഹൗള് കൗസർ പൂരേ നിക്കേകിടണേ സീതി ഹത്തിൻ വിധിയാൽ ശഫാഅത്ത് കനിയണേ മുഹമ്മദി
ഭയങ്കര ടഫുള്ള ഒരു പാട്ടാണ് ചിത്ര ചേച്ചിയുടെ, ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ള. അപ്പോൾ ഒരു ഫീമെയിൽ പാടിയ പാട്ടെടുത്ത് പാടിയിട്ട് എന്തായിരുന്നു ഫീൽ ചെയ്തത് ആ സമയത്ത്? ഇത് ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആണ്, ഫസ്റ്റ് റൗണ്ട് ആണ്, പഠിച്ചപ്പോ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ വാശിയോടെ നമ്മൾ പഠിച്ചു അല്ലേ? നമ്മുടെ ഷോയിലെ ഫസ്റ്റ് 100 out of 100 കിട്ടിയ ആളാണ് അതല്ലേ? നമ്മുടെ ഡാൻസ് ഒക്കെ കളിച്ച ഓർമ്മ ഉണ്ടോ? ഒന്ന് ഓർമ്മയുണ്ട്. നീ അല്ല, ഞാനാ കളിച്ചത് മുഴുവൻ. അപ്പോൾ റിനാദിന് ആ പാട്ട് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത്, അത് മുമ്പ് പഠിച്ചിരുന്നോ അതോ ഷോയ്ക്ക് വേണ്ടി പഠിച്ചതാണോ? ഷോയ്ക്ക് വേണ്ടി പഠിച്ചതാണ്. അപ്പം 100 കിട്ടുമെന്ന് വിചാരിച്ചിരുന്നോ? ഒരിക്കലും വിചാരിച്ചില്ല. കിട്ടിയപ്പം ആകെ ഞെട്ടിപ്പോയി അല്ലേ? അപ്പൊ ആ പാട്ടിന്റെ 2 വരി പാടുവോ? ഇളം കൊടിയെ നറുകുളിരായി നീ നെഞ്ചിൽ ഇശലൊളിയായി കുണുങ്ങി നിന്നോളല്ലേ, എൻ കരളെ തേൻമൊഴിയെ നീയുള്ളിൽ പുതുലഞ്ഞ് പുതു പുതു മണു തൂകിയല്ലോ, എന്നും നീ മുന്നിൽ പൂത്താലമായി, നിന്റെ നാണം കാണുമ്പോൾ അതിമോഹമായി കൊഞ്ചും കിളിയേ, നീ എൻ കനവല്ലേ, നീ എൻ നിലവല്ലേ, നീ എൻ കനവല്ലേ, നീ എൻ നിലവല്ലേ. ഇളം കൊടിയെ നറുകുളിരായി നീ നെഞ്ചിൽ ഇശലുളി
ഒരു 100 മാർക്സ് ഒക്കെ കിട്ടി. ഫസ്റ്റ് റൗണ്ടിൽ ഫസ്റ്റ് പൊസിഷനായി. സെക്കൻഡ് റൗണ്ടിലോ 5. എന്നിട്ടൊരു സമ്മതം. എന്തുകൊണ്ടാണ് അങ്ങനെ പറ്റിയത്? നമ്മൾ ജഡ്ജസ് ഒക്കെ പറഞ്ഞു അല്ലേ, ഒരൊറ്റ പാട്ടിന്റെ ഒരു സെലക്ഷനിൽ പറ്റിയതാണ്. അത് അന്ന് സൗണ്ടിന് പ്രശ്നം ഉണ്ടായിരുന്നു. ഡോക്ടർ അടുത്ത് പോയപ്പോ 15 ദിവസം റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ അടി ഷൂട്ട് ഉണ്ടായി. ഷൂട്ട് വന്നു. അപ്പോൾ റെസ്റ്റ്, നമുക്ക് വോയിസ് റെസ്റ്റ് ഒന്നുള്ള ടൈം കിട്ടിയില്ല. അതും എടുത്തത് നല്ല കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പാട്ടായിരുന്നു, ദാസേട്ടൻ്റെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള തുബടി മാഷാഅല്ലാ അല്ലേ. അപ്പം ഇപ്പോൾ ആ പാട്ട് ഒന്ന് പാടാൻ പറഞ്ഞാൽ അതിലും നന്നായിട്ട് പാടാൻ പറ്റില്ലേ? എന്നാ പിന്നെ പാടിക്കും. तू बड़ी माशाअल्लाह कहे अब्दुल्ला, तेरा जलवा सुभान अल्लाह, कभी शबनम कभी शोला, मैं मजनू तू है मेरी लैला, दे दे दिल का प्यारा नजराना, तू बड़ी माशाअल्लाह कहे अब्दुल्ला, तेरा जलवा सुभान अल्लाह, कभी शबनम कभी शोला, मैं मजनू तू है मेरी लैला, दे दे दिल का प्यारा नजराना. കാരണം അന്ന് റിനാദ് എടുത്തത് ഒരു ചെറിയ റിസ്ക് അല്ല, ഇത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഭയങ്കര ടഫ് ആയിട്ടുള്ള ഒരു പാട്ടാണ് അല്ലേ. അനുപല്ലവിയാണ് ടഫ്. അനുപല്ലവി. പക്ഷെ റിനാദ് അന്ന് പാടിയത് മോശമാണെന്ന് ആരും പറഞ്ഞിട്ടില്ല. എന്താന്ന് വെച്ചാൽ ആ പാട്ടിന്റെ ഒരു കോംപ്ലിക്കേഷൻ കാരണവും അന്ന് റിനാദിന്റെ ത്രോട്ടിനുള്ള പ്രശ്നങ്ങൾ കൊണ്ടും പാടാൻ പറ്റാതായതാണ്. അപ്പം ഈ പാട്ടുകളൊക്കെ കേട്ടിട്ട് റിനാദിന്റെ ഫാമിലി അവരൊക്കെ എങ്ങനെയാണ് സപ്പോർട്ട് കാര്യങ്ങളൊക്കെ? കുടുംബക്കാരെല്ലാവർക്കും സപ്പോർട്ടാണ്. നല്ല സപ്പോർട്ടാണ്. വീട്ടിൽ നിന്ന് ഉപ്പ ഉമ്മ ഒക്കെ എല്ലാവരും നല്ല സപ്പോർട്ടാണ് അല്ലേ. പാട്ടിന്റെ സെലക്ഷൻ സമയത്തും ഇങ്ങനെ ഇങ്ങോട്ട് വരുന്നതിലൊക്കെ എല്ലാവരും ഉണ്ട്, നല്ല ഇൻവോൾവ്ഡ് ആണ് എല്ലാത്തിലും. ഓക്കെ. സ്കൂളിൽ നിന്നോ? സ്കൂളിൽ നിന്ന് സപ്പോർട്ട്, ഫ്രണ്ട്സുകളൊക്കെ നല്ല സപ്പോർട്ട്. ഫ്രണ്ട്സുകൾ സപ്പോർട്ടാണ്, ടീച്ചേഴ്സ് സപ്പോർട്ട് ചെയ്യാറില്ല? സപ്പോർട്ടാണ്. അപ്പോൾ സപ്പോർട്ട് അല്ലാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയുള്ള മാർക്കിനെയൊക്കെ ബാധിക്കില്ലേ ചിലപ്പോൾ. അപ്പോൾ അവരൊക്കെ ഷോ കാണാറുണ്ടോ? കാണാറുണ്ട്. അപ്പൊ ഫസ്റ്റ് പൊസിഷനിൽ റിനാദ് എത്തിയ സമയത്ത് സ്കൂളിൽ നിന്ന് എന്തെങ്കിലും അപ്രിസിയേഷൻ അങ്ങനെ എന്തെങ്കിലും കിട്ടിയോ? അങ്ങനെയൊന്നും കിട്ടിയിട്ടില്ല. അപ്പൊ ഓരങ്ങനെ സ്ഥിരമായിട്ട് കാണാറില്ല തോന്നില്ലേ? ഓരോടൊക്കെ പറയണം ഞാനിങ്ങനെ ഉണ്ട്, എന്റെ പരിപാടി കാണണം എന്ന് പറയണം. ഓക്കെ. അപ്പോൾ റിനാദിന്റെ മ്യൂസിക്കൽ ജേർണി അങ്ങനെ പറയുമ്പോൾ നമ്മൾ ഏത് വയസ്സ് തൊട്ടാണ് മ്യൂസിക്കിലേക്ക് വന്നത്? എങ്ങനെ, ആരായിരുന്നു കൊണ്ടുവന്നത്? അതിനെ കുറിച്ചൊക്കെ ഞാൻ 3ാം ക്ലാസ്സിൽ നിന്ന് പാടാൻ തുടങ്ങിയിട്ടുണ്ട്. മദ്രസയിൽ നിന്ന് നബിദിനക്കാർക്ക് പാടാൻ പോയപ്പോൾ ഒരാളെന്നെ പാട്ടിട്ടിട്ട് പാട്ട് ക്ലാസ്സിൽ കൊണ്ടാക്കി. അവിടുന്ന് പിന്നെ പഠിച്ച് ഒരാള് പറയുമ്പോ അയാൾ അറിയോ? നദീർക്കാണ് ഇപ്പൊ ഫുള്ള് കൂടെ വരുന്നത് അല്ലേ. അപ്പൊ എവിടെ മ്യൂസിക് ക്ലാസ്? കർണാട്ടിക് ആണോ പഠിക്കുന്നത്? ആരെ കീഴിലാണ്? അത് സത്യഭാമ ടീച്ചറാണ്. ഓക്കെ. അപ്പം ഇപ്പൊ എത്ര വർഷമായി പഠിക്കുന്നു മോന്? ഒരു കൊല്ലായിട്ട് അല്ലേ. ഓക്കെ, വെരി ഗുഡ്. അപ്പം ക്ലാസിക്കൽ മ്യൂസിക്കും പഠിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ കൂടെ മാപ്പിളപ്പാട്ടിന്റെ ട്രെയിനിങ് നദീർക്ക തരും. ഓക്കെ. അപ്പോൾ നദീർക്കും പിന്നെ ഈ ടീച്ചേഴ്സിനും സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്താലോ? മനസ്സിൻ മുറാദുകളറിയുന്നോനേ, മൗത്തും ഹയാത്തിനും ഉടമസ്ഥനേ, മനസ്സിൻ മുറാദുകളറിയുന്നോനേ, നിത്യവും നിന്റെ മുന്നിൽ സുജൂദിൽ വീണേ, നീറും വേദയെണ്ണി പറഞ്ഞിടുന്നേ, മൗത്തും ഹയാത്തിനും ഉടമസ്ഥനേ, മനസ്സിൻ മുറാദുകളറിയുന്നോനേ. ജല്ല ജലാലേ നീയാണഭയം, ജല്ല ജലാലേ നീയാണഭയം.
പിതാ സദയം മൗത്തും ഹയാത്തിൻ ഉടമസ്ഥനേ മനസ്സിൻ മുറാദുകളറിയുന്നോനേ കൽബിൻ കൊടുംതാപം അറിയുന്നൊരല്ല കരയാനെന്റെ കണ്ണിൽ കണ്ണീരിനിയില്ല നിന്റെ കലാമിന്റെ വഴി കാട്ടുക നിന്റെ കലാമിന്റെ വഴി കാട്ടുക നിന്റെ പുലിമയൽ സലാമിട്ടിത മൗത്തും ഹയാത്തിൻ ഉടമസ്ഥനേ മനസ്സിൻ മുറാദുകളറിയുന്നോനേ നമ്മള് പുത്തൻകുട്ടിപ്പായത്തിൽ വന്നിട്ട് ഒരുപാട് ഫ്രണ്ട്സിനെയൊക്കെ കിട്ടിയില്ലേ? കിട്ടി. അപ്പൊ മുൻപ് അറിയുന്ന ആൾക്കാരും ഉണ്ടായിരുന്നു അല്ലേ? ഹിഷാമിനൊക്കെ, ഫർഹാനൊക്കെ അറിയാമോ? മിഷാല് ഇവരൊക്കെ കണ്ടുപരിചയുണ്ട്. റസീന പറഞ്ഞു വരുമ്പോഴേ എല്ലാരും എനിക്ക് മുമ്പ് അറിയാം. ഓക്കെ, അപ്പൊ ഇതില് ഒരാളെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ട് ചൂസ് ചെയ്യാൻ പറഞ്ഞാൽ ആര് പറയും? ഹിഷാമ. നിങ്ങള് ഫുൾ ടൈം ഒരുമിച്ചാണ് അല്ലേ ട്രാവലിംഗ്? നിങ്ങള് വീട് അടുത്തടുത്താ? ദൂരെയാണ്. ഞാൻ മേൽമുറിയാണ്, അങ്ങാടിപ്പുറം. ഓക്കെ, എന്നാലും നിങ്ങൾ ക്ലോസ് ഫ്രണ്ട്സ് ആണ് അല്ലേ? അപ്പൊ റിനാദെ, നമ്മുടെ ബാക്കി കണ്ടസ്റ്റൻസിന്റെ ഒക്കെ പെർഫോമൻസ് ഒക്കെ വെച്ച് നോക്കിയിട്ട് റിനാദിന് ഒരു കോമ്പറ്റീറ്റർ ലെവലിൽ ഒരു ചാലഞ്ച് ആയിട്ട് ഫീൽ ചെയ്തിട്ടുള്ള വേറൊരു കണ്ടസ്റ്റന്റ് ആരാ? അസ്ലഹ്. എന്താണ് അസ്ലഹിന്റെ ഏത് ക്വാളിറ്റിയാണ് ഇഷ്ടം? പാട്ടിന്റെ. ഓക്കെ, അസ്ലഹിന്റെ പാട്ടിൽ കൊടുക്കുന്ന ഒരു എഫേർട്ടും കാര്യങ്ങളൊക്കെ ഇഷ്ടമാണ്. പല വേറെ കണ്ടസ്റ്റൻസും റിനാദിനെ ഒരു ഭയങ്കര ചാലഞ്ചായിട്ട് കാണുന്നുണ്ട്, അറിയോ? ഞാൻ പോലും അറിയാതെ ഞാനൊരു ചാലഞ്ചായി പോയി. അപ്പോൾ റിനാദ് എപ്പോഴും പെർഫെക്ഷൻ, തുടക്കം തൊട്ട് ഭയങ്കര കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു പെർഫെക്ഷനോട് കൂടി പാടുന്ന സിംഗറായിട്ടാണ് എല്ലാവരും ജഡ്ജസ് ഒക്കെ എപ്പോഴും പറയുന്നത് അല്ലേ? അപ്പൊ റിനാദ് ഇവിടെ തുടക്കത്തിൽ വന്ന ആ സമയവും ഇപ്പൊ നിൽക്കുന്ന റിനാദും വെച്ച് നോക്കുമ്പോൾ റിനാദ് ഇവിടെ നിന്ന് പഠിച്ച ഒരു കാര്യം, ഞാൻ പുത്തൻകുട്ടി കുപ്പായത്തിൽ വന്നിട്ടാണ് ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പഠിച്ചത്, അങ്ങനെ പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്താ? വർത്താനം പറയാൻ പഠിച്ചു. മ്യൂസിക്കലി ഒന്നും പഠിച്ചില്ല? ഓർക്കസ്ട്രേന്റെ കൂടെ പാടുന്നത് പഠിച്ചു. ഓക്കെ, അപ്പൊ ജഡ്ജസ് പറയുന്ന കമന്റ്സ് ഒക്കെ അതൊക്കെ ഭയങ്കര പോസിറ്റീവായിട്ടാണ് എടുക്കല് എപ്പോഴും. ഓക്കെ, നമ്മൾ ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് പാടിയ ഏതെങ്കിലും ഒരു പാട്ട് കേട്ടപ്പോൾ ഈ പാട്ട് എനിക്കൊന്ന് പാടാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ഫീൽ ചെയ്തിട്ടുണ്ടോ? ഏതാണ് ആ പാട്ട്? മാളികയിൽ മുടിച്ചൊടി വിളങ്ങും. അത് നമ്മളെ അസ്ലഹ് പാടിയ ഒരു കുറച്ച് അധികം കണ്ടസ്റ്റൻസിനെ ഇൻസ്പയർ ചെയ്തൊരു പെർഫോമൻസ് ആയിരുന്നു തോന്നുന്നത്. അത് റിനാദിന്റെ ശബ്ദത്തിൽ നമുക്ക് 2 വരി കേട്ടാ കൊള്ളാന്നുണ്ട്, പാടോ? മാളികയിൽ മുടിച്ചുടി വിളങ്ങും മലർ നാരി തങ്കത്താലി പോലെ കതിർ കത്തി തിളങ്ങും പുതുനാരി. മാളികയിൽ മുടിച്ചുടി വിളങ്ങും മലർ നാരി തങ്കത്താലി പോലെ കതിർ കത്തി തിളങ്ങും പുതുനാരി. അടിപൊളി. അപ്പോൾ ഹിഷാമ, ഇനി അങ്ങോട്ട് നമ്മൾ പോകാൻ പോകുന്നത് ഭയങ്കര ടഫായിട്ടുള്ള സ്റ്റേജ് ഓഫ് കോമ്പറ്റീഷൻസിലേക്കാണ് അല്ലേ? എങ്ങോട്ടാണ് അടുത്തത്? എല്ലാവരും നേരെ ചാടുന്ന സെമി ഫൈനലിലേക്കാണ്. അതിന്റെ ഇടയിൽ ഒരു ചെറിയ സാധനമുണ്ട്, ക്വാർട്ടർ ഫൈനൽ എന്ന് പറഞ്ഞിട്ട്. ക്വാർട്ടർ ഫൈനൽ ഉണ്ട്, സെമി ഫൈനൽ ഉണ്ട്, അത് കഴിഞ്ഞിട്ടാണ് ഗ്രാൻഡ് ഫിനാലെ. ഓക്കെ, അപ്പം റിനാദ് തുടക്കത്തിൽ വന്നപ്പം ഞാൻ ഫൈനലിൽ എത്തും അങ്ങനെയൊക്കെ മൈൻഡിൽ വിചാരിച്ചിട്ടാണോ വന്നത്? അല്ല, അത്ര വിനയം വേണോ? ഒത്തിരി ചെറുതായിട്ടൊക്കെ മൈൻഡിൽ എവിടെയെങ്കിലും ഇല്ലായിരുന്നു? ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല. ഓക്കെ, അപ്പോൾ തുടക്കത്തിൽ നമ്മൾ വന്ന് ഫസ്റ്റ് പൊസിഷൻ വാങ്ങി, പിന്നെ 5th പൊസിഷനിലെത്തി. അപ്പം ഒരു ഗ്രാഫ് ഒന്ന് ചെറുതായിട്ട് താഴ്ന്നു. അത് കഴിഞ്ഞാൽ പക്ഷെ നമ്മൾ ഇനി പോകാൻ പോകുന്ന കോമ്പറ്റീഷൻസ് റിനാദിന് അറിയാം നല്ല ടഫായിരിക്കും. അപ്പോൾ റിനാദ് ഇനി ഇല്ല ഒരു പ്രിപ്പറേഷനിൽ എന്തൊക്കെ കാര്യങ്ങളിലാണ് കൂടുതൽ ശ്രദ്ധിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ എങ്ങനെ ആയിരിക്കും റിനാദിന്റെ ഒരു പ്രിപ്പറേഷൻ? അത് പാട്ട് സെലക്ഷൻ. കാരണം ചില പാട്ടുകൾ ഓരോ റൗണ്ടിന് നമുക്ക് പറ്റിയ ആപ്റ്റായ സോങ്സ്, തൊണ്ടക്ക് പറ്റിയ പാട്ട്, തൊണ്ടക്ക് പറ്റിയ നമ്മളെ വോയിസിനൊക്കെ
പറ്റുന്ന പാട്ട്, അതാണ് മെയിനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പം നല്ല കൺസിസ്റ്റന്റ് ആയിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് വരും അല്ലേ? ഒരുപാട് സപ്പോർട്ടേഴ്സ് ഉണ്ട് റിനാദിന് അല്ലേ? അപ്പൊ നമ്മുടെ യൂട്യൂബിന്റെ താഴെയൊക്കെ വരുന്ന കമന്റ്സ് ഒക്കെ വായിക്കാറുണ്ടോ? ഇല്ലേ? വായിക്കും. ഈ വായിക്കലൊന്നുമില്ല? അത് വിശ്വസിക്കാൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. നമ്മൾ ആരാണെങ്കിൽ ഒരു വീഡിയോ കാണുമ്പോൾ അതിന്റെ താഴെയുള്ള കമന്റ്സ് കാണാം. കള്ളച്ചിരിയിലെ തന്നെ ഉണ്ട്, കണ്ടിട്ടേ ഇല്ല. പക്ഷെ റിനാദിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് അതിന്റെ താഴെ. റിനാദ് മോൻ അടിപൊളിയായിട്ട് പാടി, സൂപ്പറായിട്ട് പാടി എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അവരോടൊക്കെ എന്തെങ്കിലും പറയാനുണ്ടോ? ഇനിയും സപ്പോർട്ട് ചെയ്യണം. റിനാദ് നമ്മളിവിടെ മാപ്പിളപ്പാട്ടാണല്ലോ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്തത്. പക്ഷെ അതല്ലാതെ റിനാദിന് ഏറ്റവും കേൾക്കാൻ ഒക്കെ താല്പര്യം ഏത് ടൈപ്പ് പാട്ടുകളാണ്? സിനിമാ ഗാനങ്ങൾ കേൾക്കും. സിനിമാ പാട്ടുകൾ വേറെ പഠിക്കാറുണ്ടോ? ഇല്ലേ? മാപ്പിളപ്പാട്ട് മാത്രമല്ല, മാപ്പിളപ്പാട്ടല്ല, ഹിന്ദി പാട്ട് അങ്ങനെയൊക്കെ ഉണ്ടോ? ഈ ഹിന്ദി പാട്ടും സിനിമാ പാട്ടും രണ്ടും രണ്ടാണെന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടം കുട്ടികൾ നമ്മുടെ പുത്തൻ കുട്ടി കുപ്പായത്തിൽ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഈ ഹിന്ദി പാട്ട് എന്ന് പറയുന്നത് ഹിന്ദി സിനിമയത്തെ പാട്ടല്ലേ? അപ്പൊ സിനിമാ പാട്ടല്ലേ? അപ്പോ ഏതെങ്കിലും ഒരു ഫിലിം സോങ് പാടോ? ഹിന്ദി പറ്റൂ? ഹിന്ദി പറ്റും, പാടിക്കോ. ഗജറാ മോഹബ്ബത്ത് വാലാ അഖിയോं में ऐसा डाला गजरन लली मेरी जान हाय रे मैं तेरे कुर्बान दुनिया है मेरे पीछे लेकिन मैं तेरे पीछे अपना बना ले मेरी जान हाय रे मैं तेरे कुर्बान. റിനാദേ, ഇപ്പൊ ഈ പാടിയ ഖജുറാ മുഹബത്ത് കുറെ പഴയ പാട്ടാണ്. റിനാദ് ഇങ്ങനെ പാടുന്ന പാട്ടുകളിലെ പ്ലാൻസ് ഒക്കെ കേൾക്കാനുള്ളൊരു ബ്യൂട്ടി കൊണ്ടും അത് കേൾക്കാനുള്ളൊരു സുഖം കൊണ്ട് ചോദിക്കാം, വേറെ ഏതെങ്കിലും ഒരു പാട്ടും കൂടെ പാടുമോ? പഴയ പാട്ട് ഏതെങ്കിലും? ഹിന്ദി. डम डम डिगा डिगा मौसम बिगा बिगा डम डम डिगा डिगा मौसम बिगा बिगा बिम्बिए मैं तो किरा हाय अल्लाह सूरत आपकी सुभान अल्लाह हाय अल्लाह सूरत आपकी सुभान अल्लाह डम डम डिगा डिगा मौसम बिगा बिगा बिम्बिए मैं तो किरा हाय अल्लाह सूरत आपकी सुभान अल्लाह हाय अल्लाह सूरत आपकी सुभान अल्लाह. പഴയ പാട്ടുകളൊക്കെ ഇങ്ങനെ പാടുമ്പോൾ ഓഡിയൻസിനൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. കുറെ മാപ്പിളപ്പാട്ട് ഇഷ്ടപ്പെടുന്നവർക്ക് ഇതുപോലുള്ള പാട്ടുകൾ എപ്പോഴും പ്രിയപ്പെട്ട പാട്ടുകളായിരിക്കും. റിനാദിന്റെ ഇതുപോലെ ഒരുപാട് പാട്ടുകൾ ഭയങ്കര പോപ്പുലർ ആയിട്ടുണ്ട് അല്ലേ? എല്ലാവരും കേട്ട് എല്ലാവർക്കും ഇഷ്ടമായി. അങ്ങനെ റിനാദ് പ്രൊമോന്റെ സമയത്ത് പാടിയ ഒരു പാട്ട് ഉണ്ടല്ലോ, തങ്കബദർ എന്ന് പറയുന്ന പാട്ട്. ആ പാട്ടിന്റെ വരിയൊക്കെ ഓർമ്മയുണ്ടോ? അതും ഒരു രണ്ടു വരി പാടിയാലോ? തങ്കബദർ ചുങ്കാരം മുസ്തഫ ത്വയ്യിബ നഗർ മന്ദാരം മുസ്തഫ തങ്കബദർ ചുങ്കാരം മുസ്തഫ ത്വയ്യിബ നഗർ മന്ദാരം മുസ്തഫ തെന്നൽ തിരുതിങ്കൾ ഗുരു മുസ്തഫ തെന്നൽ തിരുതിങ്കൾ ഗുരു മുസ്തഫ തെളിയും മണിദീപം നബി മുസ്തഫ തെളിയും മണിദീപം നബി മുസ്തഫ ആ തങ്കബദർ ചൊങ്കാരം മുസ്തഫ ത്വയ്യിബ നഗർ മന്ദാരം മുസ്തഫ. റിനാദിന്റെ എപ്പിസോഡ് ഫുൾ മ്യൂസിക്കലി റിച്ച് എപ്പിസോഡായിരിക്കും. ഓഡിയൻസിന് എല്ലാവർക്കും റിനാദിന്റെ ഇതുപോലത്തെ പാട്ടുകൾ കേൾക്കാനും ഭയങ്കര ഇഷ്ടമായിരിക്കും. അപ്പോൾ ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കോമ്പറ്റീഷൻസ് വളരെ വളരെ ടഫായിട്ട് വരാൻ പോവാണ്. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷൻസ് ഒക്കെ വളരെ നന്നായിട്ട് തന്നെ നടക്കട്ടെ. പിന്നെ റിനാദിനെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും, റിനാദിനെ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ വേണ്ടിയിട്ട് ഒരു പാട്ട് പാടിയിട്ട് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. പടപ്പ് പടപ്പോട് പിരിശത്തിൽ നിന്നോളി പടച്ചോണ്ടി കാരുണ്യം കിട്ടുന്നത് കണ്ടോളി അന്യോന്യം പോരാടി നിൽക്കേണ്ട പൊന്നാലി ക്ഷേത്രങ്ങൾ പള്ളികൾ തീർക്കേണ്ട പടപ്പ് പടപ്പോട് പിരിശത്തിൽ നിന്നോളി പടച്ചൂന്റെ കാരുണ്യം കിട്ടുന്നത് കണ്ടോളി അന്യോന്യം പോരാടി നിൽക്കേണ്ട
മനസ്സിനകത്തൊരു പള്ളിയുണ്ടാക്ക്, മനുഷ്യൻ മനുഷ്യനെ സ്നേഹിച്ച് നോക്ക്. മനസ്സിനകത്തൊരു പള്ളിയുണ്ടാക്ക്, അതിലേത് ജാതിക്കും കേറാമെന്നാക്ക്. അതിവേഗം നിസ്കാര പായാവേരേക്ക്, അതിലേത് ജാതിക്കും കേറാമെന്നാക്ക്. അതിവേഗം നിസ്കാര പായാവേരേക്ക്. പടപ്പ് പടപ്പോട് പിരിശത്തിൽ നിന്നോളെ, പടച്ചോന്റെ കാരുണ്യം കിട്ടുന്നത് കണ്ടോളെ. നമ്മുടെ റിനാദിന്റെ ഒരു ബ്യൂട്ടിഫുൾ സോങ്ങോട് കൂടി തുടങ്ങി, അതേപോലെ ഇതിലും മനോഹരമായ ഒരു പാട്ടോട് കൂടിയാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിരിക്കുന്നത്. ഇനിയും നമ്മുടെ ബാക്കിയുള്ള കണ്ടസ്റ്റൻസിന്റെ വിശേഷങ്ങളുമായിട്ട് ഞങ്ങൾ വീണ്ടും തിരിച്ചു വരുന്നതായിരിക്കും. അതുവരെ ദിസ് ഇസ് മീ ആതിര സൈനിങ് ഓഫ് ഫ്രം നാസ്കോ സിമൻസ് പുത്തൻകുട്ടിക്കുപ്പായം, പവർഡ് ബൈ ആധാർ ഗോൾഡൻ ഡയമണ്ട്സ്, പ്രസന്റഡ് ബൈ കിവി ഐസ്ക്രീംസ്. See you. ഇശലുകൾ പെയ്ത്